ഒരു താമര വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വരയ്ക്കുക ഇങ്ങനൊരു താമര ആയിരിക്കും അല്ലേ. ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനത്തെ താമരയാണ് വരച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി ഇങ്ങനെ വരയ്ക്കേണ്ട, ഞാൻ വേറൊരു മെത്തഡ് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ് വരയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സർക്കിൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഓവൽ ഷേപ്പിൻ്റെ രണ്ടറ്റത്തു നിന്നും അടിയിലേക്ക് ഇതേപോലെ സെമി സർക്കിൾ വരച്ചു കൊടുക്കുക. അപ്പം നമുക്കൊരു കപ്പിൻ്റെ ഷേപ്പ് കിട്ടും. ഇനി ഞാൻ പറഞ്ഞു തരണേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഞാൻ ഈ വരച്ചിരിക്കുന്ന പോലെ ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ മേലെ കൂടി പെറ്റൽസ് വരച്ചു കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് വരയ്ക്കാൻ പറ്റും. ആദ്യം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇവളെന്ത് തേങ്ങയായി കാണിക്കുന്നതെന്ന് തോന്നും. അത് സ്വാഭാവികമാണ്. ട്രസ്റ്റ് ദ പ്രോസസ് ഗൈസ്. ഇത് കാണുമ്പോൾ ആദ്യം കുറച്ച് കൺഫ്യൂഷനൊക്കെ തോന്നും. ഓരോ സ്റ്റെപ്പും പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി, കൺഫ്യൂഷനൊക്കെ മാറും. ആദ്യം റഫ് സ്കെച്ച് വരച്ചതിന് ശേഷം അതിൻ്റെ മേലെ കൂടി ബ്ലാക്ക് വെച്ചിട്ട് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് പെൻസിൽ മാർക്സ് ഒക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കളയാം. ഈ അടുത്തത് ഡെക്കറേഷൻ പണിയാണ്. ബ്ലാക്ക് പെൻ വെച്ചിട്ട് പെറ്റൽസ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ അടിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ, കാര്യം കഴിഞ്ഞു. അപ്പോൾ ഇനി പണ്ടത്തെ രീതിയിൽ താമര വരച്ചുകൊണ്ടിരിക്കാണ്ട് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കും. ഉറപ്പായിട്ടും നിങ്ങളുടെ ഡ്രോയിങ് സ്കിൽസ് ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ലാസ്റ്റായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു പോണ്ടും ഒരു ലീഫും ഒരു താമരമുട്ടൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.